മലയാളം ടെലിവിഷൻ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ബീന ആന്റണി. നിരവധി ടെലിവിഷൻ സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ബീന ആന്റണി ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. നടനായ മനോജ് നായരാണ് താരത്തിന്റെ ഭർത്താവ്. അടുത്തിടെ ചില അസുഖങ്ങൾ താരകുടുംബത്തിന് നേരിടേണ്ടി വന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണ് ബീന ആന്റണി. ഇതിനിടയിലാണ് ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം പങ്കുവച്ച് ബീന ആന്റണി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. ഫ്ലവേഴ്സ് ചാനലിന്റെ 1 കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് അവതാരകനായ ശ്രീകണ്ഠൻ നായരുമായി സംസാരിക്കുകയായിരുന്നു താരം. എന്റെ അത്ര അപവാദങ്ങൾ കേട്ട ഒരു ആർട്ടിസ്റ്റ് വരെ ഉണ്ടാവില്ല എന്നാണ് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് താരം വ്യക്തമാക്കുന്നത്. തന്നെക്കുറിച്ച് എഴുതിയ അശ്ലീല മാസിക വിറ്റഴിച്ചതിനെക്കുറിച്ചും തങ്ങളുടെ വിവാഹം നടക്കാതിരിക്കാൻ ചിലർ ശ്രമിച്ചതിനെക്കുറിച്ചും താരം തുറന്നു പറയുന്നു. ബീന ആന്റണിയെ കല്യാണം കഴിക്കരുതെന്നും പറഞ്ഞുകൊണ്ടുള്ള ഓമക്കത്ത് മനുവിന്റെ വീടിന് മുന്നിലെ ലെറ്റർ ബോക്സിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ബീന ആന്റണി ഇങ്ങനെയാണ് അങ്ങനെയാണ്, അവരെ കല്യാണം കഴിക്കരുത് എന്നൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്. അതുപോലെ മനോജിനെ കെട്ടരുത്, അവൻ വൃത്തികെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കത്ത് എനിക്കും വന്നിരുന്നുവെന്നും ബീന ആന്റണി പറയുന്നു. ഒരു ദിവസം ട്രെയിനിലെ AC കമ്പാർട്ട്മെന്റിൽ കയറിയിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് എന്നെക്കുറിച്ച് അശ്ലീലമായി അച്ചടിച്ചിട്ടുള്ള മാഗസിൻ ഒരാൾ വന്ന് എല്ലാവരെയും കാണിച്ചു വിൽക്കുന്നത്. എൻ്റെ നേരെ മുന്നിലാണ് ഇത് നടക്കുന്നത്. എന്നാൽ ഒരക്ഷരം മിണ്ടാൻ ഞാൻ നിന്നില്ല. എൻ്റെ കൂടെ അമ്മച്ചിയും ഉണ്ടായിരുന്നു. എന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് അയാൾ അത് വിറ്റത്. ഒരു അന്തസ്സുള്ള കുടുംബത്തിന്റെ ടേബിളിൽ വയ്ക്കുന്ന മാസികയാണോ ഇത് എന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിച്ചത്. അന്തസ്സുള്ള വ്യക്തി അത് വാങ്ങുമോ? ഇല്ല. തെരുവിൽ പട്ടിക്കുരയ്ക്കുന്നതിന് ഞാൻ എന്തിന് കാര്യമാക്കണം? മാനസികമായി ഒരുപാട് തളർത്താൻ സാധിക്കും. കോളേജിൽ പോകുന്ന എൻ്റെ സഹോദരിയെ ഇതൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ മാനസികമായി ഞാൻ തളർന്നു പോയെങ്കിലും ദൈവം എന്നെ തളർത്തിയില്ല. അതിനുശേഷവും ഒരുപാട് അവസരങ്ങൾ എന്നെ തേടി വന്നു. ഒരിടത്തും എന്നെ തളർത്താൻ പറ്റിയിട്ടില്ല. ബീന ആന്റണി എന്ന പേര് വെച്ച് തന്നെ എന്നെ ഒരുപാട് ക്രൂശിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാരയായത് ഈ പേരാണ്. ഇൻഡസ്ട്രിയിൽ വേറെ ആർക്കോ ഈ പേരുണ്ടെന്നാണ് പറയുന്നത്. അന്ന് ഫെയിം ബീന ആന്റണി എന്ന് ചോദിച്ചാൽ ഞാനാണ്. സീരിയലുകളിൽ കത്തി നിൽക്കുന്ന സമയമാണെന്നും താരം വ്യക്തമാക്കുന്നു. ബീന ആന്റണി എന്ന പേരുള്ള മറ്റേ നടി ഒരിക്കലും ഒരു ലുങ്കിയുടെ പരസ്യചിത്രത്തിൽ അഭിനയിച്ചു. ആ സമയത്ത് തന്നെ ലുങ്കിയും ബ്ലൗസും തോർത്തും ധരിച്ച അന്ന അലുമിനിയത്തിന്റെ പരസ്യത്തിൽ ബീന ആന്റണിയും വേഷമിട്ടിരുന്നു. ലുങ്കിയുടെ പരസ്യത്തിൽ അഭിനയിച്ചത് താനാണെന്നും താൻ തന്നെയാണ് മറ്റെന്തോ കേസിൽ പെട്ടതെന്നും ആളുകൾ തെറ്റിദ്ധരിച്ചു. കുറെ കൺഫ്യൂഷൻ ഉണ്ടാക്കി കുഴപ്പിക്കുകയായിരുന്നു. എത്രയോ വർഷങ്ങളായി സീരിയലിൽ അഭിനയിക്കുന്ന താരമാണ് ഞാൻ. അതുകൊണ്ട് ബീന ആന്റണി എന്ന പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഏതായാലും ഇപ്പം സമാധാനമുണ്ട്. കല്യാണം കഴിഞ്ഞതോടെ ഇത്തരം പ്രചരണങ്ങൾക്കൊക്കെ അവസാനം വന്നിട്ടുണ്ടെന്നും ബീന ആന്റണി വ്യക്തമാക്കുന്നു.